അങ്ങനെ ആഗ്രയൊന്നും പറ്റിക്കപ്പെട്ടു. താജ്മഹലിന്റെ അകത്തേക്ക് ഏർലി മോർണിംഗ് പോയി അധികം ആൾക്കാരും തിരക്കൊന്നും ഇല്ലാതെ നല്ല കുറച്ച് ഫോട്ടോസും റീൽസ് ഒക്കെ ഒപ്പിച്ച് യഥാർത്ഥതയിൽ മടങ്ങുകയാണ് ഞാനും ഷായി. അതിന്റെ ഇടയിൽ എന്റെ ചെരുപ്പ് ഒന്ന് പൊട്ടിട്ടോ. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ സ്ട്രീറ്റിൽ നിന്ന് ഒരു ജൂത്തി വാങ്ങിച്ചു. 300 രൂപ പറഞ്ഞ ജൂത്തി ഞാൻ 250 രൂപയ്ക്ക് വാങ്ങിച്ചു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ സെയിം ജൂത്തി 100 രൂപയ്ക്ക് റോട്ടിലിട്ട് വിൽക്കുന്നു. പിന്നെ പേട വാങ്ങാൻ കയറി. 300 രൂപയ്ക്ക് ഒരു ബോക്സ് ടെൻഡർ കോക്കനട്ട് പേട, 200 രൂപയ്ക്ക് ഒരു ബോക്സ് നോർമൽ പേടയും വാങ്ങി. ഒരു ബോക്സ് നോർമൽ പേട ഇയാൾ എനിക്ക് ഫ്രീ ആയി. ഇത്തിരി ഇവിടെ മുന്നോട്ട് നടന്നപ്പോ ഈ ഗുരുകുൽ പേത്ത സ്റ്റോറിന്റെ മുന്നിൽ ഒരാൾ റോഡിലേക്ക് കസേരട്ടിരുന്ന് ആഗ്ര പേത്ത ഹോൾസെയിൽ പ്രൈസ് മീന്ന് ഇങ്ങനെ വിളിച്ചു കൂവാണ്. എന്റെ കയ്യിൽ 2 കവറും കൂടെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് ആനയിച്ചു കൊണ്ടുപോയി. അപ്പുറത്തെ കടയിൽ നിന്ന് 200 രൂപയ്ക്ക് വാങ്ങിയ ബോക്സിന് ഇവിടെ 100 രൂപ. പിന്നെ ഇതിനൊരു സ്കാം എന്ന് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ആൾക്കാർ ഹോൾസെയിലേഴ്സ് ആണല്ലോ. ഇവിടെ ഞാൻ കുറച്ചധികം പേട വാങ്ങി, ഷാന്റെ വീട്ടിലേക്കും എന്റെ വീട്ടിലേക്ക്. എന്നാൽ അങ്ങനെ വാങ്ങിയത് ഒരു ബാഡ് ഡിസിഷൻ ആയിരുന്നു എന്ന് പിന്നീട് മനസ്സിലായിട്ടോ. ഒരു 3-4 ദിവസത്തിന് ശേഷം അത് ഞാൻ പിന്നെ പറയാം. അപ്പോഴത്തേക്കും ടൈം 9:30 ആയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ദ ഫാമിലി റെസ്റ്റോറന്റിൽ കയറി. ഓംലെറ്റും ചീസ് മാഗിയും ചായയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രൈസും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. താജ്മഹലൊക്കെ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അഫോർഡബിൾ ഫുഡ് സ്പോട്ടാണ്. ഇപ്പൊ നമ്മൾ ഈസ്റ്റ് ഗേറ്റിലാണുള്ളത്. ഇനി മെയിൻ ഗേറ്റിലേക്ക് നടക്കണം. ഈ അനാർക്കലി സൂട്ട് തൊട്ട് നടന്ന് എനിക്ക് അങ്ങോട്ട് മടുത്തു. കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത താജ്മഹൽ വീഡിയോയിൽ ഒരുപാട് പേര് ഈ ഒരു ഔട്ട്ഫിറ്റിനെയും ആക്സസറീസിനെയും കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, ജസ്റ്റ് കോമെന്റ് ചെയ്താൽ മതി. ഇനി നേരെ ഡൽഹി. ഞാൻ ഷായും ഫുഡ് അടിച്ച് മരിക്കായിരുന്നു അവിടെ. അത് അടുത്ത വീഡിയോയില്.